മൗലികമാനപ്പെട്ട ഒരാളെയും വാദപ്രയോഗം എഴുതിത്തരാതെ, വാദപ്രയോഗം ചെയ്യാമെന്ന് എഴുതിത്തരാതെ, വാദമുഖങ്ങൾ എഴുതിത്തരാതെ അതിലേക്ക് പോരാടി നടക്കുന്ന എന്നെ വൈകിക്കാണ് വിചാരിക്കണം. ഏതാണ് മനസ്സിലാക്കുക. ഇനി ഇറങ്ങിക്കോട്ടെ, നോട്ടീസ് ആയിക്കോട്ടെ, നാളെ മുതൽ ആയിക്കോട്ടെ, വാദപ്രയോഗം ഞങ്ങൾ ചെയ്യാ, വാദമുഖങ്ങൾ എഴുതി കൊടുക്കാനും ചെയ്യാ എന്ന് പറഞ്ഞിട്ട് കമ്മിറ്റിക്ക് നോട്ടീസ് ആയിക്കട്ടെ. എന്റെ നോട്ടീസും ഉടനെ വരും. പലരും ഒരു പത്രപ്രസ്താവനകൾ എന്നിട്ട് നമുക്ക് ഇവിടെ തന്നെയാണ്, ഇവിടെ തന്നെ ഒരു ചോദ്യമാണ്. ഒരു മണിക്കൂർ ജയമൂല്യം പ്രസംഗിക്കരുത്, ഞാൻ ഒരു മണിക്കൂർ വേണ്ടവരെ എന്നിട്ട് പിന്നെ ജയമൂല്യം ഒരു മണിക്കൂർ നിരൂപണം നടത്തുക, അപ്പൊ ഞാൻ ഒരു മണിക്കൂർ കഴിക്കാം. ഇതൊന്നും പറയാനില്ല. വാദപ്രയോഗം തയ്യാറാണെന്ന് പറയാൻ ധൈര്യമുള്ള ഒരുത്തൻ നെതുവർത്തിന്റെ പണ്ഡിതന്മാരുണ്ടോ എന്ന് ചോദിക്കാൻ നിങ്ങൾ അതിന്റെ നോട്ടീസ് നാടാകരുത്. ആ കാര്യം അവിടെ പിന്നെ നമ്മൾക്ക് ഇവിടെ ധൈര്യമായ വിഷയം പറയാം. പിന്നെ ഇന്ന് എന്ത് പരിപാടി ഇരിക്കുന്നതാണ്? ഇന്ന് പരിപാടി ഈ കണക്കാറ്റിൽ മുഴുവൻ പറഞ്ഞില്ല. നമുക്ക് നിങ്ങൾക്ക് ഒഴിവുള്ള ദിവസം വന്നാൽ മതി, അന്ന് ജഗത് മോദിയെ തയ്യാറാക്കി തരാനാണ് ഞാൻ പറഞ്ഞിട്ട്. അപ്പൊ ചെറിയ 31 ദിവസം പറഞ്ഞാൽ ഞാൻ 30 ദിവസം വയ്ക്കാണെങ്കിൽ മറ്റോട്ട് ഞാൻ 31 ദിവസം മാത്രമേ ഞാൻ വയ്ക്കുള്ളൂ. വില പോകുന്നില്ല ആയിക്കോട്ടെ, എനിക്ക് പേരല്ലേ അധിക കാലം ഇത്ര കാലം നിന്നില്ല. അപ്പൊ 31 മാതൃകാരന് തയ്യാറാണെന്ന് പറഞ്ഞിട്ട് 31 ദിവസം എഴുതിയാൽ 31 ദിവസവും ഈ ഹാളിൽ വെച്ച് തന്നെ വേണമെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലത്തെ ഹാളിൽ മാതൃകാരന് വരാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ വാദം എഴുതണാദ്യം. 26 കൊല്ലത്തെ വഞ്ചന നടക്കൂല. വാദം എഴുതാതെ ആളെ പഠിപ്പിക്കണം. വാദം എഴുതാതെ ദോഷമല്ലോ. CPM വെച്ചിട്ടുള്ള 5 ആൾ കൂടി ഒരു കർത്താൻ പറഞ്ഞു. സത്യം നോക്കുമ്പോൾ വാദം പറഞ്ഞപ്പോൾ കൂട്ടാൻ കഴിയില്ല. CPM കൂട്ടാൻ കഴിയില്ല. വാദം എഴുതരാമോ? നിങ്ങളെ ഇതിനെ പറ്റി നമ്മൾ ചോദിക്കുമ്പോൾ നിങ്ങൾ മറുപടി പറയും. അപ്പൊ നിങ്ങളോ ഞങ്ങളുടെ മുമ്പത്തെ വാദക്കാരില്ലേ, ആ മുമ്പത്തെ വാദം ഏതാ നമ്മുടെ വാദം അറിയപ്പെടാൻ 4 മതങ്ങളുണ്ട്. 4 കുഞ്ഞികളാണ്. 4 മതങ്ങളും 6 ദിവസത്തോടെയല്ല. അപ്പൊ 4 മതങ്ങളും ഉള്ളതാ പറയുന്നത്. അപ്പൊ ഞാൻ 5 മതങ്ങൾ പഠിച്ചാൽ ഞാൻ അഭിമതവാദങ്ങളോ ഞാൻ ചെയ്യും. മുമ്പത്തെ കുട്ടിക്കേരി പറഞ്ഞ ആളാണ്. മുജാഹിദാണെന്ന് പറഞ്ഞിട്ട് കുട്ടിക്കേരി പറഞ്ഞു ഞാൻ സാധ്യമതകാരാണ്. സാധ്യമതകൾ സാധ്യമതകൾ എതിർക്കുന്നവരാണ് മുജാഹിദ് മൗലികമാർ. അങ്ങനത്തെ CC കോടതി കേസ് എന്ന് പറയേണ്ടി വന്നു. കബ്രിസ്ഥാൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ സാധ്യമതകാരനാണെന്ന് പറയേണ്ടി വന്നു. അപ്പൊ അങ്ങനെ മതം നമ്മളോട് മാറ്റിക്കളഞ്ഞ എന്ത് ചെയ്യും? അതുകൊണ്ട് നിങ്ങളുടെ വാദം എന്താണെന്ന് എഴുതിത്തരണം എന്ന് പറഞ്ഞപ്പോ എഴുതിത്തരണം പെട്ടത്. എന്നിട്ട് പിരിഞ്ഞു പോകാം. പിരിഞ്ഞു പോകാൻ ഏതായാലും ഒന്നും മുട്ടിയില്ല. ഇനി അങ്ങനെ പിരിഞ്ഞു പോകാൻ അവിടെ തുടങ്ങാം. എന്നോട് നിങ്ങൾ ചോദിക്കാൻ മാത്രം നിങ്ങളോട് ചോദിക്കാൻ പാടുന്ന അവസ്ഥ ആയിക്കോട്ടെ. ആരും നമ്മൾ നോക്കുന്നു. നമ്മൾ 3 നേരം സ്ഥാപിക്കുന്ന ഏറ്റവും പ്രബലമായ പ്രമുഖമായ ആയതാണ്, പ്രധാനപ്പെട്ട ആയതാണ് 11:140. എന്ന ആയത്തിന്റെ അർത്ഥം പകലിന്റെ 2 അറ്റത്ത് നമസ്കരിക്കണം, രാത്രിയുടെ അർദ്ധഭാഗങ്ങളിലായിട്ട് നമസ്കരിക്കണം. ഇങ്ങനെ 3 നേരം അല്ലാതെ കൂടുതലായിട്ട് നമസ്കാരത്തിന് പറഞ്ഞിട്ടില്ല. പകലിന്റെ 2 അറ്റം പറഞ്ഞത് CPM പറഞ്ഞു 2 അറ്റം മാത്രം നോക്കാൻ പാടില്ല. പകലിന്റെ 2 ഭാഗം എന്നൊക്കെ പറയാം, അച്ഛനും പറയാൻ പാടില്ലല്ലോ. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ച് എന്തായാലും ഇയാൾ കൊടുക്കാൻ വേണ്ടി കൊടുക്കണല്ലോ, ഗുണമഞ്ഞിരിക്കാനേ ഗുണമഞ്ഞി കാണാതിരിക്കാം. അത് ഞാൻ ആലോചിച്ചപ്പോ ഒരു കാര്യം ഇപ്പൊ ഇവിടെ പാമ്പോസും മുടിക്കുന്നു, മറ്റേ ഡിസാനൊന്നും മറിച്ചിട്ട് ഇപ്പൊ കാര്യം തീരുമാനിക്കാൻ സമയമില്ലല്ലോ. ഇവിടെ ഇപ്പൊ ഗുണമെന്നിട്ട് വേണ്ട ആളും വേണ്ടി ആള് കേൾക്കുമ്പോഴല്ലോ. ഇപ്പൊ ഒരു കാര്യം ചെയ്യാം. തുറമ്പയില്ല ഹാരി പകലിന്റെ 2 അറ്റത്ത് നമസ്കരിക്കണം എന്ന് പറഞ്ഞ ആ അർത്ഥം തെറ്റാണ്. അങ്ങനെ അർത്ഥം പറയാൻ പാടില്ല എന്ന് എഴുതി ഒപ്പിട്ട് തരണമോ? ഞാൻ അർത്ഥത്ത് നമസ്കരിക്കുക എന്ന അർത്ഥം തെറ്റാണെങ്കിൽ CPM മൗലവി മനസ്സിലാക്കി ഞാൻ ഒപ്പില്ല. ആ അർത്ഥം പറഞ്ഞ് ഞാൻ ഒപ്പില്ല. പിന്നെ അവിടുന്ന് ഞാൻ എന്താ പറയുന്നത് ചോദിക്കുന്നത്? നിങ്ങളുടെ ഈ മാന്യ പദത്തിൽ എനിക്ക് പറയാൻ കുഴപ്പമുണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞില്ല. നിന്നെ കൊണ്ട് ഒപ്പിടിക്കലാണ് ഞാൻ കൊണ്ടുവരാം. അങ്ങനെ പറയാൻ നോക്കില്ല. അങ്ങനെ ചുരുക്കത്തിൽ കുഴപ്പമായി വിചാരിച്ചു പോലെ അവിടെ കയറ്റിയായി. വളരെ പറഞ്ഞു ഞങ്ങൾ മൗലികന്മാരാണ്, തർക്കം വിട്ടുണ്ടാവില്ല, കുത്തും പരിയൊന്നും ഉണ്ടാവില്ല. പക്ഷേ കാണാൻ പറഞ്ഞാൽ ഞാൻ വിടൂല. മുബാഹത്തിന്റെ തന്നെ ഞാൻ വിടൂല. തർക്കം കാണാൻ പറഞ്ഞു പോകുന്നില്ല. അങ്ങനെ ഇറക്കിയാണ് വിട്ടു. അങ്ങനത്തെ ആ മതത്തുകാർ അതോടുകൂടി അവിടെ ഒന്നായിട്ടുണ്ട്. 3 നേരത്തിന്റെ പ്രശ്നത്തിൽ ആദ്യം നുണ പറഞ്ഞിട്ട് ഇത്രയും വരെ നുണ പറഞ്ഞിട്ട് എന്നെ വഞ്ചിക്കാൻ നോക്കി. അതിൽ ഞാൻ കുടുക്കി രക്ഷപ്പെട്ടു. അയാൾ രക്ഷപ്പെട്ടു. ഞാനൊന്നും പോയിട്ടില്ല. എന്റെ 3 നേരം തന്നെ മാറ്റില്ല. സർവൈകാരി തന്നെ പറയുന്ന 2 അറ്റം തന്നെ ഭാഗം എന്ന് പറഞ്ഞാൽ വിടൂല.
ഉണ്ട്. പിന്നെ തയ്യാറാക്കും നമ്മുടെ റോജേക്കാർ പിന്നെ തയ്യാറാക്കാൻ അങ്ങനെ തയ്യാറാക്കണം. അല്ലെ ചോദിച്ചിട്ട് ഒറ്റ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിഞ്ഞില്ല. അങ്ങനെ 10 സ്ഥലത്ത് കയറി 10 സ്ഥലത്ത് തന്നെ വാർത്ത എന്ന് പറഞ്ഞാൽ പക്ഷേ കൊണ്ട് കോഴിക്കോട് അങ്ങാടിയിൽ മുഴുവനായിട്ട് പറ്റി. ഉടനെ അന്ന് രാത്രി നോട്ടീസ് ഉണ്ടാക്കി. CNN പോലെ CPയും ഖുർആനിൽ കള്ളം പറയുന്നു എന്ന് പറഞ്ഞിട്ട് 10,000 നോട്ടീസ് പിറ്റത്തെ ദിവസം വെള്ളിയാഴ്ച അതിലെ ദിവസം വെള്ളിയാഴ്ച കോഴിക്കോട് മെഞ്ചിയം പള്ളിയിൽ തന്നെ മുമ്പ് നടത്തിയ മെഞ്ചിയം പള്ളിയിൽ തന്നെ 5000 നോട്ടീസ് കണ്ടിട്ടുണ്ട്. ഇത്തരത്തിൽ കള്ളം പറഞ്ഞ് ചാടാനാണ് വാദം എഴുതി തരാത്തത്. കള്ളം പറഞ്ഞ് ചാടാനാണ് വാദം എഴുതി തരാത്തത്. ഈ വഞ്ചന 24 കൊല്ലമായി തുടങ്ങിയിട്ട് അത് ഇനി നടക്കൂലെന്നാണ് അത്ര ഇപ്പൊ നമ്മൾക്കൂടെ പറയുന്നത്. ഇവരൊക്കെ ക്ഷണിച്ചിട്ട് പ്രധാനപ്പെട്ട പല വ്യക്തികൾ 31 പണ്ഡിതന്മാരെ എല്ലാവരോടും മാന്യമായിട്ടുള്ള വാചകങ്ങൾ വെച്ചാൽ താനടക്കം തന്നേക്കാന്ന് പറഞ്ഞിട്ട് ഇവരെന്താ ചെയ്യുന്നത്? ആദ്യത്തെ നിയമത്തിനാണ് എന്താ ചെയ്യുന്നത്? ഇയാളുകളെ നിങ്ങളിപ്പം വഴി പിന്നെ സിദ്ദീഖ് അമീർ മറ്റേ ജമാഅത്തെ ഇസ്ലാമി അമീർ മൂപ്പർക്ക് എന്ന് സെമിനാർ വിളിച്ചാലും വളരെ തിരക്കിട്ട പള്ളിയാണ് പറഞ്ഞത്. വളരെ തിരക്കിട്ട പള്ളി. ഇസ്ലാം കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരത്തിൽ ഇസ്ലാമേ ഇല്ല മുസ്ലിമേ അല്ല എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ മുസ്ലിമീങ്ങളുടെ പ്രധാനപ്പെട്ട നമസ്കാരത്തിൽ 30 ജൂതത്തരം ഖുർആനിന് എതിരായിട്ട് കടന്നുകൂടിയിട്ടുണ്ടെന്ന് ഇവിടെ ഉച്ചരിത്രം പ്രഖ്യാപിക്കുമ്പോൾ, ഖുർആനിന്റെ തെളിവുകൾ നിരത്തി വെച്ചുകൊണ്ടിട്ട് ബുക്കുകൾ അടിച്ചിറക്കുമ്പോൾ അതിലെല്ലാം പ്രധാനപ്പെട്ട വ്യക്തികൾ സമുദായ നേതാക്കൾ മുൻ ഹൈക്കോടതി ജഡ്ജിമാരടക്കം ക്ഷണിക്കുന്ന ഒരു സദസ്സിലേക്ക് വരാനൊഴിയില്ല എന്ന് പറഞ്ഞാൽ എന്തായാലും അർത്ഥം? എത്രാമത്തെ പ്രാവശ്യത്തെ പറഞ്ഞത്? ഇപ്പൊ 2ാമത്തെ പ്രാവശ്യമാണ് സിദ്ദീഖ് സാഹിബ് പറയുന്നത്. മക്കളുടെ മൗലവിമാർ 6ാമത്തെ പ്രാവശ്യം. എന്താ വരാത്തത്? നമ്മളൊക്കെ മനുഷ്യന്മാർ. ഞാൻ ആകെ ഒരു മനുഷ്യനോട് കുറച്ച് എതിര് സംസാരിക്കാനും വിചാരിച്ചിട്ടുണ്ട്. കേട്ടോ, മൗലവിമാരൊക്കെ കൊടുക്കുന്നുണ്ട്, അതൊക്കെ രംഗത്ത് വരുന്നുണ്ട്. പക്ഷെ ഓരോരുത്തരുടെ ചുറ്റുപാടൊക്കെ വന്നോളൂ. അപ്പോ ഏതായിരുന്നാലും അവര് ആളധികം തൊള്ളായിരിക്കും. എന്താ പേടി? ഇവിടെ സാധനം പറയും. സാധനം 10 രൂപയുടെ സാധനം. 10 രൂപ. ഇത് 114 സൂറത്തറിയ പ്രകാരം. ഇതുകൊണ്ടാണ് നമ്മളിവിടെ നേരിടുക. ഇവരെ നേരിടാൻ പോകുന്നത് ഈ അടിസ്ഥാനത്തിലാണ്. അതിന്റെ പേരിൽ ഖുർആന്റെ പേരിലുള്ള പേടിയാണ്. അവിടെ അബൂഹുറൈറ പറഞ്ഞു, ബുഖാരി പറഞ്ഞു, മുസ്ലിം പറഞ്ഞു എന്ന് പറഞ്ഞ കാര്യം ശരിയാവില്ല. അബൂഹുറൈറയും ബുഖാരി മുസ്ലിമും എന്താ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറഞ്ഞു. എന്താ പറഞ്ഞപ്പോഴുണ്ട്? അബൂഹുറൈറയും ബുഖാരി മുസ്ലിമും പറഞ്ഞപ്പോഴുണ്ട്. ബുഖാരി മുസ്ലിം എന്തിനു വേണ്ടി ഉണ്ടായി? എന്തിനു വേണ്ടിയാണ് ബുഖാരി മുസ്ലിം ഇവിടെ ഇറക്കുമതി ചെയ്തത്? എന്നാണ് ബുഖാരി മുസ്ലിം ഉണ്ടായത്? അതിൽ അബൂഹുറൈറ പറയുന്ന ഹദീസുകൾ എന്ത്? നബി മല അനുസർജനം ചെയ്താൽ നബി ആഹാരം കഴുകാനില്ലാതെ പറഞ്ഞുണ്ടാക്കിയ ആളാണ് അബൂഹുറൈറ. മല വിസർജനം ചെയ്താലേ നബി ചന്തിയടികളില്ലാതെ പറഞ്ഞുണ്ടാക്കിയ ആളാണ് അബൂഹുറൈറ. പിന്നെ നബിക്ക് തലക്ക് ലഭില്ലാതായിരിക്കുന്ന ബുഖാരി മുസ്ലിം. തലക്ക് ഒരു ജൂതൻ ചേർത്ത് നബിക്ക് തലക്ക് വെളിവില്ലാതായിപ്പോയി പല ദിവസങ്ങളോളം ലഭിച്ചിരിക്കുന്ന ബുഖാരി മുസ്ലിം. 9 ഭാര്യമാർക്കും പോരാ ചില ദിവസങ്ങളിൽ നബിയുടെ പണി. 9 ഭാര്യമാരെന്ന് പറഞ്ഞു മാത്രം. ഈ 9 ഭാര്യമാരെയും ഒരേ ദിവസം കാമശമനത്തിന് ഉപയോഗിക്കുന്ന പണിയായിരുന്നു. കാര്യമായിട്ട് ഇസ്ലാമത പ്രബോധനം എല്ലാം ഒപ്പര പണി ചെയ്തിരിക്കുന്നു. ഇവിടെ ബുഖാരിയിൽ ഈ 9 കഴിഞ്ഞ ശേഷം 10ാമത്തെ പെണ്ണിന്റെ വീട്ടിൽ ഉമ്മുഹറാം എന്ന് പറയുന്ന ഒരു പെണ്ണിന്റെ വീട്ടിൽ പോയി കിടന്നുറങ്ങലും അവളെ കൊണ്ട് കാപ്പാടുണ്ടാക്കിക്കലും ആ കാപ്പാടടിക്കലും അത് സാപ്പിടലും അവിടെ കിടന്നുറങ്ങലും അവളെ കൊണ്ട് മുൻവാസിരിക്കലും നോക്കിക്കലടക്കം ചെയ്തിരുന്നു നബി. ആരെ കൊണ്ട്? ഒരു അന്യ സ്ത്രീയായ ഉമ്മുഹറാം എന്ന് പറയുന്ന ഒരു പെണ്ണിനെ കൊണ്ട്. അവരുടേതാണ് മിൽഹാൻ എന്ന് പറയുന്ന ഒരാളുടെ മകളായിരുന്നു. ഖുർആനിൽ സ്ഥാപിച്ച് എന്ന് പറയുന്ന ഒരാളുടെ ഭാര്യയാണ്. അപ്പൊ എനിക്ക് അത് ബന്ധമില്ല. നബിന്റെ മകളോ ഒഴിയോ അല്ലെങ്കിൽ നബിന്റെ കെട്ട് പറയുകയും ചെയ്തിട്ടുള്ള പെണ്ണോ ഒന്നുമല്ല. ഒരു അന്യ പെണ്ണിന്റെ വീട്ടിൽ പോയി ഉമ്മുഹറാം എന്ന് പറയുന്ന പെണ്ണ്. അങ്ങനത്തെ പെണ്ണിന്റെ വീട്ടിൽ 10ാമത്തെ ഒരു പെണ്ണിനെ തെരഞ്ഞെടുത്തിട്ട് അവിടെ പോയിട്ടാണ് ഉച്ചയുറക്കം മുസ്ലിം ബുഹാരിയിലോടിക്കാം. അവിടെ പോയിട്ട് ഉറങ്ങുന്നുണ്ട്. ഉച്ചക്കോ രാത്രിയോ വെട്ടാക്കില്ല. അപ്പൊ അവിടെ പോയി കിടന്നു. അങ്ങനെ കാപ്പാടടിക്കുന്നത് പെണ്ണിനെ കൊണ്ട് മുടി വാങ്ങലിക്കൽ പോലും മേൽ നോക്കിക്കൽ പോലും ചെയ്യണമെന്ന് ആരെയിച്ചു? ബുഹാരിയിൽ മുസ്ലിം എഴുതി ഒരു സ്ഥലത്തുണ്ട്. ഒരു സ്ഥലത്തോ 2 സ്ഥലത്തോ എഴുതി വെക്കുന്നത് ബുഹാരിയിൽ തന്നെ 2 സ്ഥലത്ത് എഴുതിയിരിക്കണം. മുസ്ലിമിൽ 2 സ്ഥലത്ത് അബൂദാവൂദ്, തിർമിദി, നസായി, ഇബ്നു മാജ ഇവര് മുഴുവൻ എഴുതി വെച്ചിട്ട് ഖട എഴുതി വെച്ചു.
അങ്ങനെ ഇതൊക്കെ കൂടി പൊട്ടിയടിക്കും ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കി. എന്താണ് ഇതിന് ധാരാളം ഉണ്ടാക്കി തീർന്നു പറഞ്ഞപ്പോ അപ്പോ ആളിലാക്കട്ടു. അപ്പൊ പറഞ്ഞു അങ്ങനെ അത് നെജിന്റെ ഒരു എലീമായിരുന്നു, നെജിന്റെ മുലകുടി ബന്ധത്തിലുള്ള ഒരു എലീമായിരുന്നു, അതും അത്ര പ്രശ്നമൊക്കെ ആക്കണമെന്നില്ലല്ലോ. നെജിന്റെ എലീമ അങ്ങനെ നെജിക്ക് മുലകുടി ബന്ധത്തിൽ ഹറാം എന്ന് പറയും പെണ്ണിന്റെ ജ്യേഷ്ഠത്തിൽ മറ്റോ മുല കൊടുത്ത് വർത്താനില്ലല്ലോ. അല്ല ആ നെജിയല്ല, നെജിന്റെ വാപ്പയായിരുന്നു. വാക്ക് മറ്റൊന്നും നെജിയല്ല, നെജിന്റെ വാപ്പയാണ് മുല കൊടുത്തത്. അപ്പൊ വാപ്പാനെ പറ്റി അങ്ങനത്തെ ചരിത്രമില്ലല്ലോ. അങ്ങനല്ല, നെജിന്റെ അതല്ല, നെജിന്റെ ഉപ്പാമക്കനായ പെണ്ണിന്റെ ജ്യേഷ്ഠത്തിനെ അപ്പൊ മക്കത്തിന് കിടക്കെ ഹറാം തന്നെ പെണ്ണിനെ മുലടിക്കാൻ മദീനത്തിൽ ഇങ്ങനെ നടക്കും എന്താ പറഞ്ഞിട്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു അത് ശരി. അതങ്ങനൊന്നുമല്ല, നബിക്ക് 7 പെണ്ണിലേക്ക് പോവാം. എഴുതി വെച്ചു. നബിക്ക് 7 പെണ്ണിലേക്ക് പോവാം. അത് നബിന്റെ പ്രത്യേകതയാണെന്ന് എഴുതി വെച്ചു. സഹീഹ് മുസ്ലിമിന്റെ നബവി എന്ന് പറയുന്ന നബവി എന്ന് പറഞ്ഞാണ് എഴുതിണ്ടാക്കിയ സഹീഹ് മുസ്ലിമിന്റെ വ്യാഖ്യാനത്തിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. അവരിൽ ഹദീസിൽ എഴുതിയിരിക്കുന്ന മറ്റു ഗ്രന്ഥങ്ങളിലും നബിക്ക് 7 പെണ്ണിലേക്ക് പോവാം. ഇത്തരത്തിലുള്ള തപ്പ് ഞങ്ങൾ ബുഖാരി മുസ്ലിം പ്രമാണാക്കിയെന്ന് വന്നാൽ ഞാനൊന്നും ചോദിക്കും, പക്ഷെ സമുദായമൊന്നും ചെയ്യില്ല. പക്ഷെ വെറുതെ പോകാൻ പറ്റുമോ? ഇതൊന്നും തീരുമാനിക്കണ്ടേ? ഇത്തരത്തിലുള്ള ബുഖാരി മുസ്ലിമും തീരുമാനിക്കണ്ടേ? എന്തിനാണ് ഈ ബുഖാരി മുസ്ലിമും? ഓരോ വിഷയങ്ങൾ ചോദ്യങ്ങളാണ് വിചാരിക്കരുത്. സംസാരിക്കേണ്ട വിഷയങ്ങൾ കുറേയധികം വിഷയങ്ങൾ സംസാരിക്കേണ്ടതുണ്ട്. അതിങ്ങനെ ഓർമ്മപ്പെടുത്താൻ സ്വയം ഓർമ്മപ്പെടുത്താൻ ചോദ്യം വന്നത് ചോദ്യങ്ങൾക്കൊക്കെ എത്ര വിശദമായി നമുക്ക് ഇരിക്കാം. പക്ഷേ വേറെ ഇന്നിവിടെ പ്രഭാഷണം ഇരിക്കാം. ഇന്ന് ചോദ്യോത്തരത്തിനോട് ഞാൻ ഒന്നില്ലല്ലോ. വരുമ്പോ നമുക്ക് ചോദ്യം തന്നെ. ഇന്നിവിടെ പ്രഭാഷണം, പ്രഭാഷണത്തിന്റെ വിഷയം ഓർമ്മിപ്പിക്കണോ? അപ്പൊ എന്ത് പറഞ്ഞു? നബിക്ക് 7 മണിയിലേക്ക് പോവാൻ എഴുതി വെച്ചാൽ ബുഖാരി മുസ്ലിമിന്റെ വ്യാഖ്യാനങ്ങളെക്കാൾ എഴുതി വെച്ചു. നബിക്ക് 7 മണിയിലേക്ക് പോവാം. നബിന്റെ ഹസായിൽപ്പെട്ടതാണ് കണ്ടുപിടിച്ചതിനെ ബുഹാരക്കാരൻ അദ്ദേഹത്തിന് മുസ്ലിം കണ്ടുപിടിച്ചതിനെ ഏതുവല്ലോ 8ാം കൊല്ലം വരെ കണ്ടുപിടിച്ചു, 5ാം കൊല്ലം ഹറാമാക്കിയിരിക്കുന്നു. അപ്പൊ 3 കൊല്ലം കണ്ട് കണ്ടുപിടിച്ചു അല്ലേ? അതാണ് കട്ടികളോട് അതാണ് കണ്ടുപിടിച്ചു. ഇത്തരത്തിലുള്ള ചമ്മാടിത്തരങ്ങൾ നബിയെ സംബന്ധിച്ച് 6 വർഷങ്ങൾ ബുഹാരിയിലും മുസ്ലിമിലും അബൂദാവൂദ് തിർമിദി നസായി ഇതിലൊക്കെ ഏകകണ്ഠമായിട്ട് നബി പെണ്ണിന്റെ വീട്ടിൽ പോയിട്ടെന്ന് പറഞ്ഞതടക്കം ഏകകണ്ഠമായിട്ട് എഴുതി വെച്ച ഈ കിതാബുകൾ എന്തിനു വേണ്ടി ഉണ്ടാക്കിയെന്ന് ഞമ്മൾക്കറിയാം. അതറിയില്ല അത്യാവശ്യം. ഇവിടെ 3 നേരം 5 നേരമുള്ള പ്രശ്നം അതിനെപ്പറ്റി തുടങ്ങാൻ പ്രധാനപ്പെട്ട വിഷയം നമസ്കാരം 3ഓ 5ഓ എന്നുള്ള വിഷയം. അതിന് മുമ്പ് വേറെ കാര്യം പറയാം. നമസ്കാരം ഇസ്ലാമിനെ സംബന്ധിച്ച് പൊതുവായിട്ട് ആ മുസ്ലിം സുഹൃത്തുക്കളും ഈ സദസ്സിൽ വേണ്ടപ്പെട്ട ചില ആൾക്കാരുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവർക്കും കൂടി മനസ്സിലാവേണ്ട ചില കാര്യങ്ങൾ ഖുർആനിൽ നിന്ന് പറയാൻ അത് ഞങ്ങൾ കമ്മിറ്റി തന്നെ പറയേണ്ടതെന്ന് അഭിപ്രായം ഉണ്ടാകും. അതനുസരിച്ച് ഒരു 2-3 കാര്യങ്ങൾ പറയും. അതിനുശേഷം നമസ്കാരത്തെ സംബന്ധിച്ച് വിശദമായ ചർച്ചയിലേക്ക് വരും. ഇവിടെ ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള ധാരണ, ഇസ്ലാം ഒരു സങ്കുചിത മതം, ഒരു ധാരണയാണ്. ഇസ്ലാം ഒരു വർഗത്തിന്റെ ഒരു ജാതിക്കാരുടെ മതം. അവർക്കനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത് മറ്റ് മുസ്ലിം സുഹൃത്തുക്കളെ സംബന്ധിച്ചിടത്തോളം ആ മുസ്ലിം സുഹൃത്തുക്കളൊന്നുമല്ല. അമുസ്ലിങ്ങളോട് ഒരു വൈരാഗ്യം ഇസ്ലാമിന് മുസ്ലിങ്ങൾ കൊട്ടാന വൈരാഗ്യം വേണം. അങ്ങനെ അമുസ്ലിങ്ങളെ ശത്രുക്കളായി കണക്കാക്കണം.